നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23% വോട്ട് കേരളത്തിൽ ബി.ജെ.പിക്ക് നേടാൻ കഴിയുമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കഴിഞ്ഞയിടെ നടത്തിയ സർവേയിൽ വ്യക്തമാകുന്നത്. ഇതോടെ ഏതാണ്ട് അഞ്ചോളം നിയമസഭാ സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര ബി.ജെ.പി നേതൃത്വം വിലയിരുത്തുന്നു. വളരെ വിശദമായ സർവേയാണ് കഴിഞ്ഞ മാസം കേന്ദ്ര ബി.ജെ.പി നേതൃത്വം ഇടപെട്ട് കേരളത്തിൽ നടത്തിയത്. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു സർവേ നടന്നതെങ്കിലും ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടിംഗ് ശതമാനം എത്രയെന്ന് കണക്ക് കൂട്ടാനും ആ സർവേയിലൂടെ ശ്രമം നടന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 23% വോട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് പിടിക്കാൻ കഴിയുമെന്ന് വ്യക്തമായത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ 5 നിയമസഭാ സീറ്റുകൾ നിഷ്പ്രയാസം ബി.ജെ.പിക്ക് ലഭിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. പ്രധാനമായും യു.ഡി.എഫിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് ചോർച്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു വലിയ മാർജിൻ, വലിയ ശതമാനം വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര ബി.ജെ.പി നേതൃത്വം വിലയിരുത്തുന്നു. കാരണം CPM-ന് ഇപ്പോഴുള്ള രാഷ്ട്രീയ അടിത്തറയിൽ നേരിയ ചില വിള്ളലുകൾ വീഴ്ത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞുവെങ്കിലും CPM-ന്റെ അടിത്തറ ഇപ്പോഴും ഭദ്രമാണ് എന്നാണ് ബി.ജെ.പി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ കോൺഗ്രസിലും യു.ഡി.എഫിലും അങ്ങനെയല്ല. യു.ഡി.എഫിലെ ഏക കക്ഷി, യു.ഡി.എഫിൽ ജനപിന്തുണയുള്ള നല്ല അടിസ്ഥാനമുള്ള ഏക കക്ഷി മുസ്ലിം ലീഗ് മാത്രമാണെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. കോൺഗ്രസിൽ നിന്നും അനുദിനം അണികളും നേതാക്കളും പുറത്തേക്ക് പോകുന്നു മാത്രമല്ല, കോൺഗ്രസിന്റെ അടിത്തറ അനുദിനം ദുർബലമാവുകയും പ്രാദേശിക ഘടകങ്ങൾ നിർജീവമാവുകയും ചെയ്യുന്നു എന്നുള്ള വിലയിരുത്തലിലും ബി.ജെ.പി നേതൃത്വം എത്തിച്ചേർന്നിരുന്നു. കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങളിൽ അണികൾ നിശബ്ദരാവുകയാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നുള്ളൊരു കണ്ടെത്തലും ബി.ജെ.പി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി താഴെത്തട്ടിൽ ഈ അസംതൃപ്ത കോൺഗ്രസ്സുകാരുടെ വോട്ട് ബി.ജെ.പിയിലേക്ക് പോകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ അത് ബി.ജെ.പിക്ക് വലിയ തോതിൽ ഒരു മുൻതൂക്കം നൽകുമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്നും വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ബി.ജെ.പിയുടെ വിലയിരുത്തൽ സത്യത്തിൽ കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. എന്നാൽ അവർ ഇപ്പോഴും ഈ ഒരു സർവേ നടന്നതായി അറിഞ്ഞ ഭാവം പോലുമില്ല. കോൺഗ്രസിന്റെ സീറ്റുകളാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്ന 5 സീറ്റുകളും എന്നതുകൂടി മനസ്സിലാക്കണം. അതിൽ ചാത്തന്നൂർ മാത്രമാണ് ഒരുപക്ഷെ CPIയുടെ ഇടതുമുന്നണി CPIയുടെ കയ്യിലുള്ള സീറ്റ്. ബാക്കി ഏറെക്കുറെ എല്ലാ സീറ്റുകളും കോൺഗ്രസ് കാലാകാലങ്ങളായി വിജയിച്ചു വരുന്ന സീറ്റുകളാണ്. ഈ സീറ്റുകൾ 23% വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഈ 5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറയിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പി ഇപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രമായി സ്വീകരിച്ചിരിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചെടുക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. അതിനുള്ള ശ്രമം കരുക്കൾ അവർ ഇപ്പോഴേ നീക്കിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചെടുത്താൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ നിന്ന് തന്നെ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു. അതുപോലെ തന്നെ കൊല്ലം, ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നാണ് ബി.ജെ.പി നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ടൗൺ ഉൾപ്പെടുന്ന തൃശ്ശൂർ മണ്ഡലം അതിപ്പോൾ CPIയുടെ കയ്യിലാണ്. കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. പത്മജ വേണുഗോപാൽ 1000 വോട്ടിന് CPI സ്ഥാനാർത്ഥിയോട് തോറ്റുപോയ മണ്ഡലമാണ്. ആ മണ്ഡലവും ബി.ജെ.പി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കേന്ദ്ര സർവേയിൽ കൃത്യമായി 5 മണ്ഡലങ്ങൾ പറയുന്നുമുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ ദുർബലമാക്കി അടിത്തറയിൽ നിന്നും മണ്ണ് വാരിയെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ സൗധം കേരളത്തിൽ കെട്ടിപ്പടുക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രവർത്തിച്ച് വിജയിപ്പിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്.